അർദ്ധരാത്രിയുടെ മറവിൽ നിയമസഭയുടെ കവാടത്തിലേക്ക് ഇരച്ചെത്തിയ ആ 13 പെട്ടികൾ കേരള രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുലയ്ക്കുകയാണ്. അന്ന് രാത്രിയുടെ മറവിൽ കോടികൾ തട്ടിയെടുക്കാൻ കൊണ്ടുവന്ന ആ 13 പെട്ടികളും വലിച്ചു പുറത്തിട്ട് ബന്ധപ്പെട്ടവരെയെല്ലാം ഒന്നിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയിലെ ഡിജിറ്റൽ വൽക്കരണത്തിന്റെ മറവിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടി ഉന്നതർ നടത്തിയ കോടികളുടെ കള്ളക്കളിയാണിത്. എന്തൊക്കെയായിരുന്നു മുൻപത്തെ പുരോഗമന പ്രസംഗങ്ങൾ? സുതാര്യതയെക്കുറിച്ചും ഡിജിറ്റൽ വിപ്ലവത്തെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കണ്ടെത്തിയ ഒന്നാന്തരം തട്ടിക്കൂട്ട് വിദ്യയാണിപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഈ നിയമസഭ എന്നൊക്കെ പേരിട്ട് വലിയ കൊട്ടിഘോഷങ്ങളോട് കൊണ്ടുവന്ന പദ്ധതിയുടെ മറവിലാണ് ഈ വൻ ക്രമക്കേട് അരങ്ങേറിയത്. സാധാരണ നിലയിൽ കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിന് കൃത്യമായ സുതാര്യത ഉണ്ടാകണം. എന്നാൽ ഇവിടെ അതൊക്കെ കാറ്റിൽ പറത്തി പകൽ വെളിച്ചത്തിൽ കൊണ്ടുവന്നാൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന ഭയമുള്ളതുകൊണ്ടാണോ ഈ 13 പെട്ടികൾ രാത്രിയുടെ മറവിൽ ലോറിയിൽ കയറ്റി നിയമസഭയുടെ പിന്നാമ്പുറത്തേക്ക് എത്തിച്ചത്? ഇതിലും വലിയ കഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ ഉപകരണങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ബില്ലിൽ ഒപ്പിടൂ എന്ന് പറഞ്ഞ പാവം ഒരു ഉദ്യോഗസ്ഥരെയാണ് ഇവർ സമ്മർദ്ദത്തിലാക്കിയത്. മുകളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദവും സ്വാധീനവും ഉപയോഗിച്ച് ആ പെട്ടികളിൽ എന്താണെന്ന് കൃത്യമായി ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ പോലും അനുവദിക്കാതെയാണ് കോടികളുടെ ബില്ലുകൾ ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒപ്പിടുവിച്ച് അതിവേഗം പാസാക്കിയെടുത്തത്. നിയമസഭയിൽ ഒരു സാധാരണ ഫയൽ നീങ്ങാൻ മാസങ്ങളോളം ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഈ ഊരാളുങ്കലിന്റെ ഫയലുകൾ മാത്രം എങ്ങനെയാണ് അസ്വാഭാവികമായ റോക്കറ്റ് വേഗത്തിൽ ഉന്നത തലങ്ങളിൽ പാസ്സായത് എന്നതിന് ഇനിയെങ്കിലും മറുപടി പറയേണ്ടി വരും. ഭരണ സ്വാധീനത്തിന്റെ ബലത്തിൽ ഇതൊക്കെ എന്നേക്കുമായി മൂടിവെക്കാമെന്നാണ് അന്നു കരുതിയതെങ്കിൽ ഇന്ന് അവർക്ക് തെറ്റി. ഇപ്പോഴത്തെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ അതീവ ഗൗരവത്തോടെയുള്ള സമഗ്ര അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിയമസഭയിലെ സകല വകുപ്പുകളോടും ഇതിന്റെ മുഴുവൻ കണക്കുകളും ഇതുവരെ എത്ര തുക ചെലവഴിച്ചു എന്ന വിവരങ്ങളും അടിയന്തരമായി ഹാജരാക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അന്ന് രാത്രി കള്ളക്കടത്ത് പോലെ കൊണ്ടുവന്ന ആ 13 പെട്ടികളും വലിച്ചു പുറത്തിട്ടതോടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിയർക്കുകയാണ്. ജനങ്ങളുടെ നികുതിപ്പണം സ്വന്തം താല്പര്യങ്ങൾക്കായി വകമാറ്റിയ ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ മുഖം മൂടി വരും ദിവസങ്ങളിൽ പൂർണ്ണമായി അഴിഞ്ഞു വീഴുമെന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല.